ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വെണ്ടയ്ക്കയും ചെറുപയറും കൂടിയിട്ടൊരു തോരനാണ് കേട്ടോ ഉണ്ടാക്കണേ. അപ്പോൾ വെണ്ടയ്ക്ക ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കാണിച്ചൊന്നുമില്ല അരിയണത്. ചെറുപയർ നമ്മൾ ഇത്തിരി വെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുക്കുക. കുറച്ച് ചെറുപയറേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചെറുപയർ വേവിച്ചെടുക്കാം. അപ്പോൾ ചെറുപയർ വേകുമ്പോഴേക്കും നമുക്കിത് അതിനൊരു അരപ്പുണ്ടാക്കി എടുക്കുക. നിങ്ങൾക്ക് തേങ്ങ എങ്ങനെ ഇടണമെങ്കിൽ ഇങ്ങനെ ഇടാം. പക്ഷേ ഇത്തിരി മഞ്ഞൾപ്പൊടിയും തേങ്ങയും കൂടി ഞാനൊന്ന് ഒതുക്കിയെടുക്കുകയെന്ന് വെച്ചിട്ട് നമ്മൾ വെണ്ടയ്ക്കയിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തിരുമ്പിയിട്ടുണ്ടെങ്കിൽ അതാകെ ഉടഞ്ഞു പോകും. അപ്പോൾ ഒരു 3-4 ചെറിയ ഉള്ളി, തേങ്ങ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ചേർക്കാം കേട്ടോ. പിന്നെ ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്തിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കുക. അരയ്ക്കണ്ട, ഒന്നും കറക്കിയെടുത്താൽ മതി. ഇതല്ലാതെയും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ തേങ്ങയിലൊക്കെ ഒന്ന് മഞ്ഞൾപ്പൊടി ആവാൻ വേണ്ടിയിട്ട് ഒന്ന് കറക്കിയെടുക്കാനാണ്. പിന്നെ നിങ്ങൾക്ക് ചെറുപയർ വേവിക്കുമ്പോൾ ഫ്രിഡ്ജിൽ കുറച്ചെടുത്ത് വെച്ചാലും മതി. ഇതിനായിട്ട് വേവിക്കണം എന്നൊന്നുമില്ല കേട്ടോ. നമുക്കൊന്ന് ചതച്ചെടുക്കാം. പച്ചമുളകോ ജീരകമൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിത് ജീരകത്തിൻ്റെ പൊടിയുണ്ട്, പിന്നെ പച്ചമുളക് അരിഞ്ഞും വെച്ച് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ചതയ്ക്കേണ്ടതെന്ന് വെച്ചിട്ട് അപ്പോൾ നമ്മൾ ഇതേമാതിരി ഒന്ന് ചതച്ചെടുക്കുക. അപ്പോൾ ഇതിവിടെ മാറ്റി വയ്ക്കാം. നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. ചീഞ്ചട്ടി വെച്ച് കൊടുക്കുക. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുക്കുക. കടുക് ചേർക്കാം. 2 വറ്റൽമുളക് ചേർക്കുക. നമുക്ക് 2 പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇത് സവാള ഒരെണ്ണം ചെറുതായി അരിഞ്ഞതാണ്, അത് ചേർക്കുക. ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് വെണ്ടയ്ക്ക ചേർക്കാം. നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക ചേർക്കാം. നമ്മൾ വെണ്ടയ്ക്ക വെള്ളം ഒട്ടൊഴിക്കേണ്ട കേട്ടോ. വെള്ളം ഒഴിച്ചത് കൊഴുകൊഴുന്നനെയാവും. വെള്ളം ഒഴിക്കാതെ തന്നെ നമ്മളിത് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം. നമ്മൾ ചെറുപയറിൽ ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ട്, അപ്പോൾ ഇതിലേക്ക് മാത്രമുള്ള ഉപ്പ് മതി. അപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ജീരകം ചേർക്കാം. കുറച്ച് ജീരകം, വേവിച്ച് വെച്ച ചെറുപയർ ചേർക്കുകയാണ്.
അതുപോലെ തന്നെ നമ്മൾ തേങ്ങ ചതച്ച് വെച്ചല്ലോ അതും ചേർക്കണം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ വെണ്ടയ്ക്ക ചെറുപയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ വെണ്ടയ്ക്ക ചെറുപയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ.